ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു നാളോട് തന്നിരിക്കുക. ആണ്ടവർ നമുക്ക് നൽകിയ ദിവസം നമുക്ക് ആണ്ടവരുടെ വചനം നമുക്ക് കേട്ടിടാം. என்ன ஆண்டவர் வசனம் சொல்லுது. നമ്മൾ എഫീസോഡ് 87 താൻ നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. അതായത് എപ്പിസോഡ് 87 ഫിലിപ്പി ലേഖനത്തിൽ 1-ാം അധ്യായം 8-ാം വാക്യം തൊട്ട് നമ്മൾ വിസാരിച്ചു. 1-ാം അധ്യായം 8-ാം വാക്യം വരെ നമ്മൾ വിസാരിച്ചിടാം. 8-ാം വാക്യം തൊട്ട് നമുക്ക് പാക്കലാം. കീഴിലോട്ട് നമുക്ക് വാസിക്കുമ്പോൾ നമുക്ക് എന്നാ ആണ്ടവർ சொல்லுது നമുക്ക് പിടികിട്ടും. നമ്മൾ 7-ാം വാക്യം നമ്മൾ ഒന്നുകൂടെ വായിക്കാം. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനങ്ങളും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിച്ച് എനിക്ക് ന്യായമല്ലോ. ക്രിസ്തുയേശുവിൻ്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. 7-8 ഇംഗ്ലീഷിൽ ഇപ്പടിയത്. ഈവൻ as it is meet for me think this of you all because I have you in my heart, in as much as both in my bonds and in the defense and confirmation of the gospel you all are partakers of my grace. For God is my record how greatly I long after you all in the bowels of Jesus Christ. സോ നമുക്ക് എങ്കിൽ നമുക്ക് വാസിച്ച് നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചാച്ച നമ്മൾ പഠിച്ചാച്ച നമ്മൾ നേരത്തെ നമ്മൾ ആണ്ടവരുടെ വചനം കേട്ടപ്പോൾ അതിൽ നമ്മൾ 7-ാം വാക്യത്തിൽ നമ്മൾക്ക് എന്നാ ഞാൻ കൃപയായി കുട്ടികളെ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനങ്ങളെയും സുവിശേഷത്തിൽ, അതായത് നിങ്ങൾ എൻ്റെ കൂട്ടാളികളാണ്. നിങ്ങളെ പിതാവായ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ ഒരുമിച്ച് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ കൃപയാൽ താൻ ആണ്ടവരായ യേശുക്രിസ്തു അവൻ്റെ ഏകജാതനായ പുത്രൻ ഈ ലോകത്തിൽ വന്ന് നമ്മളെ വീണ്ടെടുത്താരെ അവൻ മൂലം നമുക്ക് സമാധാനം കിടച്ചാച്ച്. അതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചാച്ച്. അന്നേരം ഇപ്പം 7-ാം വാക്യത്തിൽ നമ്മൾ കൂട്ടാളികളാണ്. നമ്മളെല്ലാമേ എല്ലാവരുമേ ഒരേ വ്യക്തികൾ തന്നെ, അല്ലെങ്കിൽ നമ്മളെല്ലാം ഒരേ ഫ്രണ്ട് അല്ലെ ഒരു വീട്ടുകാരെ എന്ന് വേണമെങ്കിൽ നമുക്ക് ചൊല്ലിടാം. കൂട്ടാളികളാണ് നിങ്ങളൊക്കെയും എൻ്റെ ബന്ധങ്ങളിൽ സുവിശേഷത്തിൻ്റെ പ്രതിഭാഗത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ബന്ധനത്തിൽ, അതായത് ഞാൻ ഇങ്ങനെ ബന്ധിക്കപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കെട്ടപ്പെട്ട അവസ്ഥയിൽ എங்கே ഇരിക്കുകയും ഞാൻ ജയിലിലിരിക്കുക. ഞാൻ ഈ അവസ്ഥയിലും ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും ഞാൻ എന്തിനാ ഞാൻ കെട്ടപ്പെട്ടിരിക്കുന്നത്? സുവിശേഷത്തിന് വേണ്ടി, സുവിശേഷത്തിൻ്റെ വചനം ഞാൻ പ്രസ്താവിക്കുന്ന മുഖാന്തരം ഞാൻ കെട്ടപ്പെട്ടിരിക്കുക. ബന്ധത്താലും സ്ഥിരീകരണത്താലും അത് ആ സുവിശേഷം സ്ഥിരീകരിക്കണം, അല്ലെങ്കിൽ അത് നല്ലപോലെ പ്രസംഗിച്ചിടാൻ, അല്ലെങ്കിൽ നല്ലപോലെ വചനം ചൊല്ലുവാൻ വേണ്ടി അതിനുവേണ്ടി ഞാൻ ചെയ്തിരിക്കുക. സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുകയുണ്ട്. അത് എൻ്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുകയാണ്, അത് ഞാൻ വഹിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ അത് എൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുക കൊണ്ടും അങ്ങനെ നിങ്ങൾ എല്ലാവരും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. അന്നേരം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ നേസം എൻ്റെ മനസ്സിൽ വെച്ച്, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ വെച്ച്, അന്നേരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജപിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിസാരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് സ്തോത്രം ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെൻ്റെ സഹവിശ്വാസികളെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ജപിക്കുന്നത്, അത് ന്യായമോ അല്ലയോ എന്ന അപ്പോസ്തലനായ പൗലോസ് കേൾക്കുന്നത്. അത് നമുക്ക് വിസാരിക്കാം. അന്നേരം അവൻ ചൊല്ലുക, അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത്, നിങ്ങളെ എല്ലാവരെ പറ്റി എനിക്ക് വിസാരമായിരിക്കും. അതായത് എല്ലാവരെയും, അതായത് ഓരോ വ്യക്തികളെയും ആരൊക്കെ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ട അവർക്ക് ഓരോരുത്തരെ പറ്റി അവൻ്റെ ഹൃദയത്തിൽ വാഞ്ചിരിക്കുക. ഇത് ആരോട് ചൊല്ലുക? ഫിലിപ്പെ സഭയോട് തന്നെ ചൊല്ലുക. ഫിലിപ്പെ സഭയിലുള്ള ഓരോ വ്യക്തികളോടും അവൻ്റെ ഹൃദയത്തിൽ വാഞ്ചിരിക്കുക. അവരെ പാക്കണം, അല്ലെങ്കിൽ അവർ ആത്മാവിൽ അഭിവൃദ്ധിപ്പെടണം, അവർ ഫലം കായ്ക്കണം എന്നൊക്കെ അവൻ വിസാരിച്ച് അവൻ ജപിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ 8-ാം വാക്യം തൊട്ടാണ് നമ്മൾ വിസാരിക്കാൻ പോകുന്നത്. 8-ാം വാക്യത്തിൽ എന്നാ എഴുതി വെച്ച്, ക്രിസ്തുയേശുവിൻ്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു. ഫോർ ഗോഡ് മൈ റെക്കോർഡ് ഹൗ ഗ്രേറ്റ്ലി ഐ ലോങ്
ஆஃப்டர் யூ ஆல் இன் பவுல்ஸ் ஆஃப் ஜீசஸ் கிரைஸ்ட். அந்தரம் இங்கே சொல்வது கிறிஸ்து യേശുവിൻ്റെ ആർദ്രത, അതായത് എൻ്റെ ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ആർദ്രത അല്ലെങ്കിൽ ആ സ്നേഹം അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ റെക്കോർഡ്, അന്നേരം അവൻ്റെ ആ റെക്കോർഡ് എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു, നിങ്ങളെ ഓരോരുത്തരെയും പാക്കാൻ വേണ്ടി എൻ്റെ ഹൃദയം വാഞ്ചിച്ചുകൊണ്ടേയിരിക്കുന്നു. അന്നേരം പൗലോസിൻ്റെ ഹൃദയത്തിൻ്റെ വിസാര നിലയെന്ന് നമ്മളൊന്ന് പാത്ത് നോക്കും. ഒരു പൗലോസ് നമ്മൾ ഇപ്പം ജയിൽ വാസം പണുവാന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? നമുക്ക് അഴുകാൻ പറ്റും. നമ്മൾ അളകിക്കൊണ്ടേയിരിക്കുക. ഞാൻ ജയിലിൽ വന്നു, ഞാൻ ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ വേല ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ആണ്ടവരുടെ സുവിശേഷം ചൊല്ലി, ഞാൻ എന്നെ തപ്പ് പണിയാച്ചേ, ഞാൻ ആർക്കും ഒരു തപ്പും പണ്ണാതെ ഞാൻ അവർക്ക് ഞാൻ ആണ്ടവരായ യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ ചെയ്ത, എന്നാൽ എന്നാ പറ്റിയത്? ഞാനിപ്പം ബന്ധസ്ഥനായി കിടക്കുന്നത്, ഞാനിപ്പം ജയിലിൽ കിടക്കുന്നത്, എന്നെ കെട്ടപ്പെട്ട അവസ്ഥയിൽ എന്നെ ആക്കിയിരിക്കുന്നത്, ഞാൻ എന്നെ കുറ്റം പണി അപ്പടി അപ്പോസ്തലനായ പൗലോസ് വിസാരിക്കാതെ അവൻ ചൊല്ലുന്ന എന്നതാണ്. കാരണം നമുക്ക് നേരത്തെ വാക്യത്തിൽ നമ്മൾ വാസിച്ചു, അവൻ ആരാണെന്ന് ചൊല്ലിയത്? അപ്പോസ്തലനായ പൗലോസ് ഞാൻ ഒരു അടിമതാൻ. അതായത് എപ്പടി അടിമ? സ്നേഹത്തിൻ്റെ അല്ലെ നേസത്തിൻ്റെ അടിമ. ഞാൻ നേസത്തിൻ്റെ, ആരുടെ നേസത്തിൻ്റെ? ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ നേസത്തിൻ്റെ അടിമ. അല്ലെങ്കിൽ ഞാൻ ഒരു അടിമയെന്ന് ചൊല്ലിയാൽ ഞാൻ അവന് വേണ്ടി താൻ ജീവിക്കുന്ന, എനിക്ക് വേറെ ഒരു കാര്യമേ ഇല്ല. എനിക്ക് കഷ്ടം വന്നാലും ദുഃഖം വന്നാലും പ്രയാസം വന്നാലും എന്ന സാഹചര്യം വന്നാലും എനിക്ക് എന്നതാ ഉള്ളത്? ആണ്ടവരായ യേശുക്രിസ്തുവിന്റെ നേസം എന്നിൽ വന്നാച്ചേ, അവൻ്റെ നേസം മൂലം ഞാൻ അവന് അടിമയായിരിക്കുമ്പോൾ അവൻ്റെ അവൻ എന്നെ വിലയ്ക്ക്, അവൻ തൻ്റെ ജീവൻ തന്ന് എന്നെ വിലയ്ക്ക് വാങ്ങി എന്നിട്ട് അവൻ എന്നെ വെറുതെ വിട്ടാച്ചേ. ഞാൻ സാത്താൻ്റെ അല്ലെങ്കിൽ പിശാചിൻ്റെ അടിമയായിരുന്ന എന്നെ അവൻ വാങ്ങിയിട്ട് അവൻ എന്നാ ചെയ്തു? എന്നെ ഫ്രീ ആയിട്ട് വിട്ടാച്ച, എന്നെ ആ ബന്ധനത്തിൽ നിന്നും അല്ലെങ്കിൽ ആ അടിമത്തത്തിൽ നിന്നും എന്നെ വെറുതെ വിട്ടാച്ച. എന്നാൽ ഞാൻ ഒരു അടിമയുടെ ഒരു ഇതെന്ന് ചൊല്ലിയാൽ, അടിമയ്ക്ക് അവർക്ക് ഒരിക്കലുമേ ഫ്രീഡം കിടക്കാതെ അത് കമോഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വ്യാപാര സാധനം മട്ടും താൻ. ഇത് അന്ത കാലത്തിലെ കാര്യം. இந்த காலத்தில் அடிமை அப்படியுமே இல்லை இங்கே. എന്നാലും ചിലർ അടിമത്തം കാമിക്കുന്നത് അതല്ല എങ്കിൽ ഞാൻ சொல்லுது. ഞാൻ சொல்லுന്നത് அந்த കാലത്തിൽ ഒരു അടിമയ്ക്ക് വേറൊരു ഉടമസ്ഥൻ വാങ്ങാൻ പറ്റും. അല്ലാതെ അവനെ ആ അടിമയെ നമ്മൾ വെറുതെ വിടാൻ പറ്റാതെ. എന്നാൽ ആണ്ടവരായ യേശു ക്രിസ്തു എന്നാ പണിയാച്ചേ? ഈ അടിമയായ എന്നെ വാങ്ങി, ആ അടിമത്തത്തിൽ നിന്നോ അല്ലെങ്കിൽ പിശാചിന്റെ അടിമത്തത്തിൽ നിന്നോ എന്നെ വാങ്ങി, വിലയ്ക്ക് വാങ്ങി എന്നെ വെറുതെ വിട്ടാച്ചേ, ഫ്രീ. നിനക്ക് അതുകൊണ്ട് അവന്റെ നേസം, കാരണം അവൻ എന്നെ വെറുതെ വിട്ടാച്ച്, അതുകൊണ്ട് അവൻ്റെ നേസത്തിൽ ഞാൻ എന്നാ പണുവാം? അവൻ്റെ വേല പണുവാം. അവൻ്റെ വേല എത്ര പണിയാലും എനിക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് എനിക്ക് അടി വന്നാലും അല്ലെങ്കിൽ പ്രയാസം വന്നാലും ദുഃഖം വന്നാലും ഞാൻ ജയിൽ ബന്ധസ്ഥനായാലും എപ്പോഴും ഞാൻ പാക്കുന്നത് എൻ്റെ ഉടമസ്ഥൻ, അതായത് ആണ്ടവരായ യേശു ക്രിസ്തു എന്നെ നേസത്തിൽ എന്നെ വാങ്ങിയ ആ ഉടമസ്ഥൻ, അല്ലെങ്കിൽ അവൻ്റെ ചിത്തം എന്താണ്? അതാണ് എൻ്റെ ചിത്തം. അവൻ്റെ ചിത്തം എന്തുവാ? ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ ചിത്തം എന്തുവാ എന്നതാ നമുക്ക് വചനത്തിൽ വാസിക്കുമ്പോൾ നമുക്ക് തിരിയും. ആ പിതാവായ ദൈവത്തിൻ്റെ ചിത്തം തന്നെ സകല മനുഷ്യരും സ്വർഗ്ഗത്തിൽ കാണണം. അവർ ആരുമേ നരകത്തിൽ പോയിക്കൂടാതെ. അതായത് എല്ലാ മനുഷ്യരും എന്നാ പറ്റണം? എല്ലാ മക്കളും ആണ്ടവരുടെ കൂടെ നിൽക്കണം. ആണ്ടവരുടെ മഹിമ അല്ലെങ്കിൽ ആണ്ടവരുടെ ആ മഹത്വത്തെ നമ്മൾ വർണ്ണിച്ച്
അവൻ്റെ നേസത്തിൽ നമ്മൾ അവനോട് ജീവിക്കണം. അതാണ് ആണ്ടവരുടെ ചിത്തം. അന്നേരം അത് എന്ത് പറ്റി നമുക്ക് തിരിയും. ആദം ചെയ്ത പാപം മുഖാന്തരം നമ്മൾ ആണ്ടവരായ തകപ്പനായ ആണ്ടവരിൽ നിന്ന് നമ്മൾ മാറി, അല്ലെങ്കിൽ ആണ്ടവരിൽ നിന്ന് നമ്മൾ മാറിയാച്ച്, അതായത് ത്രിയേക ദൈവത്തിൽ നിന്ന് നമ്മൾ മാറിയിട്ട് നമുക്കൊരു വേർപാട് കിടച്ചാച്ച്. വേർപാടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെപ്പറേഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്നാ சொல்லும், നമുക്ക് ഒരു മാറ്റം വന്നാച്ച്. അതായത് നമ്മൾ അവനിൽ നിന്നും നമ്മൾ മാറിയാച്ച്. അന്നേരം നമുക്കൊരു വേർപാട്, അല്ലെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പ് അത് മുടിഞ്ഞു പോയാച്ച്. അന്നേരം ആ മുടിഞ്ഞു പോയ റിലേഷൻഷിപ്പിൽ നിന്നും എന്നാ പറ്റിയത്, ഇങ്ങനെ നമ്മൾ പാക്കുന്നത് അവൻ്റെ മനസ്സിലെ വിചാരം, എൻ്റെ മക്കൾ എനിക്ക് തിരുമ്പി വേണം, അതുകൊണ്ട് അവൻ റിഡീം പണം, അവൻ പിന്നെയും അവരെ വിലയ്ക്ക് വാങ്ങി അവൻ്റെ മക്കളാക്കി തീർക്കും. അതുതാണ് ആണ്ടവരുടെ ചിത്തം. ആ ചിത്തം അനുസരിച്ച് താൻ ആണ്ടവരായ യേശു ക്രിസ്തു അവൻ്റെ ഏകജാത പുത്രൻ ഈ ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി എന്നാ ചെയ്തത്, മരിച്ച് അവൻ്റെ നേസം നമ്മളെ കാണിച്ചു. നമ്മളെ സാത്താൻ പിശാചിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വിടുവിച്ച് നമുക്ക് ഇപ്പോൾ ഫ്രീഡം തന്നു. എന്നാൽ ഇപ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവൻ്റെ നേസത്തിൽ അവൻ്റെ ബന്ധസ്ഥന, അവൻ്റെ അടിമയായിട്ടിരിക്കാൻ തക്കോണം അവൻ്റെ ബോൺ സ്ലേവ് എന്ന് പറഞ്ഞാൽ, ഞാൻ പെർമനൻ്റ്, ഞാൻ മരിക്ക് വരുകയും ഞാൻ ഈ ഉടമസ്ഥനെ ഞാൻ വിട്ടു പോകാതെ എന്ന് ചൊല്ലി. എന്നാൽ അവൻ്റെ ചിത്തം എന്താണ് നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുയേശുവിൻ്റെ ആദ്യയോട് ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു. അവൻ്റെ സ്നേഹത്തിന്, അല്ല അവൻ്റെ ആ വലിപ്പത്തിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും പാക്കാൻ വേണ്ടി വാഞ്ചിക്കുന്നു പറഞ്ഞാൽ എനിക്ക് പാക്കാൻ വേണ്ടി എനിക്ക് ചിത്തമായിരിക്കും, എനിക്ക് ഇഷ്ടമായിരിക്കും. നിങ്ങളെ പാക്കണം, ഓരോരുത്തരെയും പാക്കണം. അതായത് ആണ്ടവരായ യേശുക്രിസ്തുവിനെ ആരൊക്കെ വിശ്വസിച്ചാച്ച് അവരെ ഓരോരുത്തരെയും പാക്കാൻ വേണ്ടി അവൻ്റെ മനസ്സ് അപ്പടിയെ തുടിക്കുന്നത്. ഇങ്ങനെ അവൻ അതാണ് சொல்லுது, ക്രിസ്തു അതോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു. ഞാൻ എത്ര വാഞ്ചിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ നിങ്ങളെ പാക്കാനുള്ള ആഗ്രഹം എത്രമാത്രം എന്ന് എനിക്ക് ചൊല്ലാൻ മുടിയാത്തവണ്ണം അത്രമാത്രം നിങ്ങളുടെ നേസം ഉണ്ടായിരിക്കും. എന്നിട്ട് നമുക്ക് പാക്കണം. അന്നേരം അപ്പോസ്തലനായ പൗലോസ് അവൻ ആണ്ടവരുടെ അടിമയായപ്പോൾ അവൻ ഇപ്പോഴും നേസിയപ്പോൾ നമ്മുടെ ആണ്ടവരായ യേശുക്രിസ്തുവിന് നമ്മുടെ എത്ര നേസമായിരിക്കും. നമ്മുടെ യേശുക്രിസ്തുവിന്, അല്ലെങ്കിൽ നമ്മുടെ പുത്രനായ ആണ്ടവർ അവൻ നമ്മളെ നേസിച്ചു. അവൻ്റെ ആഗ്രഹം എന്താ, നിങ്ങളെ ഓരോരുത്തരെയും പാക്കാൻ വേണ്ടി അവൻ ആഗ്രഹിക്കുന്നു. അന്നേരം അവൻ്റെ ആഗ്രഹം നിങ്ങളെ പാക്കുന്ന, അതുകൊണ്ട് താൻ നമ്മൾ ഓരോരുത്തരും ആണ്ടവരുടെ സുവിശേഷത്തിന് വേണ്ടി വേല ചെയ്ത് നമ്മൾ അവനെ പാക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആ ആണ്ടവരുടെ പക്കലെ വന്നിരിക്കും. അതിന് ഇങ്ങനെ சொல்லுது, ഇതിന് ആര് സാക്ഷി? ദൈവം സാക്ഷി. അന്നേരം അപ്പോസ്തലനായ പൗൽ சொல்லுது, ഞാൻ ദൈവത്തിൻ്റെ സാക്ഷി എന്ന് சொல்லுക, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും சொல்லுது, ഞാൻ ദൈവത്തിൻ്റെ സത്യം சொல்லுது, ഞാൻ ദൈവത്തിൻ്റെ ചിത്തമനുസരിച്ച് താൻ നിങ്ങളെ പാക്കാൻ ആഗ്രഹിക്കുന്നു. അന്നേരം ആ അപ്പോസ്തലനായ പൗലോസിൻ്റെ വാഞ്ച എത്രമാത്രം ഇരിക്കുക എന്ന് നമ്മളൊന്നും പാക്ക്, അല്ലെങ്കിൽ അവൻ്റെ ആ നേസം, ആ കൂട്ടു സഹോദരന്മാരുള്ള നേസം എത്രമാത്രം എന്ന് നമുക്ക് പാക്കണം. ഞാൻ എൻ്റെ സമയം എനിക്ക് മുടിഞ്ഞാഴ്ച ഞാൻ എനിക്ക് വെച്ചിടുക. നമുക്ക് നാളെ അതിൻ്റെ ബാക്കി നമുക്ക് വിസ്തരിച്ചിടാം. എൻ്റെ നമ്പർ 9791843308. അത് നമ്പർ 97917184308. അതായത് 3308. അതാണ് നമ്പർ. അതാണ് നമ്പർ. അതായത് ഞങ്ങൾക്ക് എന്നെ എപ്പം വേണമെങ്കിലും കൂപ്പിടാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ എപ്പോഴും സദാ വസിക്കുമാറാകട്ടെ. ആമേൻ.